നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ഈ ഒരൊറ്റ എപ്പിസോഡിൽ തീരില്ല. പക്ഷേ ഒരു ബേസിക് നോളജ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. ദശ, മഹാദശ, അപഹാരം എന്നിങ്ങനെ കേൾക്കാത്തവരായിട്ട് ആരുമില്ല. ജ്യോതിഷ വിദ്യാർത്ഥികളായിക്കോട്ടെ, ജ്യോതിഷത്തോട് താല്പര്യമുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ ജ്യോതിഷ വിശ്വാസികൾ മാത്രമായിട്ടുള്ളവരായിക്കോട്ടെ, ആര് തന്നെയായാലും നിരന്തരമായി കേൾക്കുന്ന ഒരു വിഷയമാണ് ദശ. ദശ, മഹാദശ എന്നൊക്കെ പറയുമ്പം ഇത് എത്ര തരത്തിലുണ്ടെന്നും കൂടെ ആദ്യം മനസ്സിലാക്കണം. എത്രയോ ദശകൾ അന്വേഷിച്ച് ചെല്ലുമ്പം അതിനൊരു കയ്യും കണക്കുമില്ല. പരാശര മഹർഷി തൻ്റെ ശിഷ്യനായിട്ടുള്ള മൈത്രേയന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് പരാശരഹോര കിടക്കുന്നത്. അതിബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്. കേരളത്തിൽ പൊതുവെ എല്ലാവരും ചർച്ചയ്ക്ക് വെക്കുന്നത് വരാഹമിഹിരൻ്റെ ഹോരയാണ്. പക്ഷേ വരാഹമിഹിരൻ്റെ ഹോരയ്ക്ക് എത്രയോ മുൻപേ ഉണ്ടായിരുന്ന പരാശര മഹർഷിയുടെ പരാശരഹോരയിൽ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ദശകളെക്കുറിച്ച് പറയുമോ ഗുരുനാഥ എന്നുള്ള രീതിയിൽ മൈത്രേയൻ പരാശര മഹർഷി എടുത്ത് ചോദിക്കുന്നത്. അവിടെ അനവധി ദശകളെക്കുറിച്ച് പറയുന്നുണ്ട്. കാലചക്രദശ, യോഗിനീ ദശ, ലഗ്നദശ, ലഗ്ന കേന്ദ്രാദിദശ, സുദശ, ദൃഗ്ദശ, പഞ്ചോത്തരീ ദശ, സന്ധ്യാദശ, വിംശോത്തരീ ദശ, ഇങ്ങനെ തുടങ്ങിയിട്ട് അനവധി ദശകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ യോഗിനീ ദശയൊക്കെ ആണെങ്കിൽ തന്നെ മംഗള, പിംഗള, ധന്യ, ഭ്രാമരി, ഭദ്രിക എന്നൊക്കെ പറഞ്ഞിട്ട് 8 തരത്തിൽ തിരിച്ചിട്ടാണ് യോഗിനീ ദശയെ കുറിച്ച് പറയുന്നത്. മാനസാഗരി ജാതകപദ്ധതി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ യോഗിനീ ദശയുടെ ഫലങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാലചക്രദശ 72 വർഷം ഒരു കാലചക്രദശ നിശ്ചയിച്ചിട്ട് അതിനെ പല രീതിയിൽ ഒരുപാട് ജ്യോതിഷന്മാർ ഉപയോഗിക്കുന്നുണ്ട്. പൊതുവിൽ എല്ലാവരും ഏത് പദ്ധതി ഫോളോ ചെയ്യുന്നവർ മഹാദശ എന്നുള്ള രീതിയിൽ അറിയുന്നത് വിംശോത്തരി നക്ഷത്രദശയാണ്. നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു മനുഷ്യായുസിന് 120 വർഷമായിട്ട് വെച്ചിട്ട് അത് 9 ഗ്രഹങ്ങൾക്കായിട്ട് പകുത്തു കൊടുത്തിട്ടാണ് ഈ വിംശോത്തരി നക്ഷത്രദശ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ദശകൾ ഓരോ മെത്തേഡിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന പോലെ തന്നെ വിംശോത്തരി നക്ഷത്രദശ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ വിംശോത്തരി നക്ഷത്രദശയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനാണ് പോകുന്നത്. അപ്പം അതിനു മുമ്പ് മറ്റുള്ള ദശയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഞാൻ 1-2 പുസ്തകങ്ങൾ പറഞ്ഞുതരാം. ഇതാണ് ബൃഹത് പരാശരഹോര, മഹർഷി പരാശരന്റെ ബൃഹത് പരാശരഹോരയുടെ 2ാം വോളിയമാണ്. ഇത് ഗിരീഷ് ചന്ദ് ശർമ്മയുടെ പുസ്തകമാണ്. ഇതിൽ 48ാം അധ്യായത്തിലായിട്ട് ഏകദേശം 32 ദശകളെക്കുറിച്ചും അതിൻ്റെ കാൽക്കുലേഷൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതിൽ വിംശോത്തരി നക്ഷത്രദശയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോലും വിംശോത്തരി, അഷ്ടോത്തരി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദശകളെ 32 ദശകളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഗിരീഷ് ചന്ദ്ര ശർമ്മയുടെയാണ്. ഇതുപോലെ തന്നെ പരാശരഹോര പലരുടെ വ്യാഖ്യാനമുണ്ട്. അതിൽ താരാചന്ദ്രശാസ്ത്രിയുടെ പരാശരഹോര വ്യാഖ്യാനം കിട്ടുമെങ്കിൽ അതിലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഗ്രന്ഥം എടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഇത് കുറച്ച് സിമ്പിളാണ്, പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ദശയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടവർക്ക് ഇതിലേക്ക് പോവുക. ഇനി നമുക്ക് സർവാത്രീയമായിട്ടുള്ള വിംശോത്തരി നക്ഷത്രദശയിലേക്ക് കടക്കാം. ഈ ദശ ശരിക്കും പരാശരഹോരയിലാണ് ആദ്യമായിട്ട് വന്നതെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദശയ്ക്ക് വിംശോത്തരി നക്ഷത്രദശ അല്ലെങ്കിൽ വിംശോത്തരി മഹാദശ അല്ലെങ്കിൽ പരാശരി ദശ എന്നൊക്കെ പറയും. പരാശരമുനി മൈത്രേയന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള പരാശരഹോര എന്ന ഗ്രന്ഥത്തിന് എത്രയോ മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഭഗവാൻ ഭഗവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഭഗവതി ഭഗവാന് പറഞ്ഞു കൊടുക്കുന്നതുമായിട്ടുള്ള താന്ത്രിക ജ്യോതിഷ ഗ്രന്ഥമായി വിശ്വസിക്കപ്പെടുന്ന ശിവജാതകം എന്ന ഗ്രന്ഥത്തിൽ ഭഗവതിക്ക് ഈ ദശകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്ന പല ദശകളും ഈ പരാശരഹോരയിൽ ഇല്ല, അത് പലതും അറിയത്തുമില്ല. പക്ഷെ അതിൽ വിംശോത്തരി നക്ഷത്ര ദശയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ പരാശരമുനി
എടുത്തിട്ടുള്ളത്. പരാശരഹോരയുടെ ചില വ്യാഖ്യാനങ്ങളിൽ പരാശരമുനി തന്നെ പറയുന്നുണ്ട് മൈത്രേയനോട്, തൻ്റെ ശിഷ്യനായിട്ടുള്ള മൈത്രേയനോട് പറയുന്നുണ്ട്, വിംശോത്തരി നക്ഷത്ര ദശയുടെ കാൽക്കുലേഷൻസും അതിൻ്റെ പല കാര്യങ്ങളും എനിക്ക് ഗുരുപദേശമായിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് കലിയുഗത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടും. അതുകൊണ്ട് നീ ഇത് പഠിച്ചാലും എന്ന് പറയുന്നുണ്ട്. അത് വളരെ സത്യവുമാണ്. നമുക്ക് ഇന്നത്തെ അനുഭവം കൊണ്ട് ഭൃഗു ഫോളോ ചെയ്യുന്നവരായിക്കോട്ടെ, കൃഷ്ണമൂർത്തി പദ്ധതി ഫോളോ ചെയ്യുന്നവരായിക്കോട്ടെ, വരാഹമീരൻ്റെ സൂര്യസിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജ്യോതിഷം ഫോളോ ചെയ്യുന്നവരായിക്കോട്ടെ, ഏത് പദ്ധതി ഫോളോ ചെയ്യുന്നവരായിക്കോട്ടെ, പക്ഷേ വിംശോത്തരി നക്ഷത്രദശ അവർ യൂട്ടിലൈസ് ചെയ്യും. അതുപോലെ ഈ പരാശരഹോര കൂടാതെ യജ്ഞനാരായണന്റെ പുത്രനായിട്ടുള്ള ഭൂഗോള വെങ്കിടേശ പണ്ഡിതൻ രചിച്ച ലഘുപരാശരി എന്നറിയപ്പെടുന്ന ജാതക ചന്ദ്രികയിലും, അതുപോലെ ഏകദേശം 11-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയിട്ടുള്ള രാമാനുജാചാര്യർ ലക്ഷ്മണമുനി എന്നാണ് പറയുന്നത്. അതിനെ പലരും വൈഷ്ണവ മുനിയായിരിക്കുന്ന രാമാനുജാചാര്യർ തന്നെയാണ് അതെന്ന് പറയുന്നുണ്ട്. അപ്പം എന്തു തന്നെയായാലും ലക്ഷ്മണമുനിയാൽ വിരചിതമായിട്ടുള്ള ഭാവാർത്ഥ രത്നാകരം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഈ പറഞ്ഞ പോലെ വിംശോത്തരി നക്ഷത്രദശയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ള എല്ലാ ആചാര്യന്മാരും പരാമർശിച്ചിട്ടുള്ളതാണ് വിംശോത്തരി നക്ഷത്രദശ. ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്നതാണ് വിംശോത്തരി നക്ഷത്രദശയുടെ അനുഭവം. പക്ഷെ ഇതിൻ്റെ ചില കാര്യങ്ങൾ ഇനിയും ചുരുളഴിയേണ്ടതായിട്ടുണ്ട്. പണ്ഡിതന്മാർ ഇന്നും പല രീതിയിൽ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇന്നും അതിന് കൃത്യമായിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള ഒരു ഉത്തരം ഇന്നും എത്തിയിട്ടില്ല. നമുക്ക് നോക്കാം വിംശോത്തരി നക്ഷത്രദശയിൽ. വിംശോത്തരി നക്ഷത്രദശയിൽ ഒരു മനുഷ്യായുസിന് 120 വർഷങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആദ്യം മനസ്സിലാക്കണം. ഇതിനെ 9 ഗ്രഹങ്ങൾക്കായിട്ട് ഇത് ഒരു പ്രത്യേക കാലയളവ് കൊടുത്തിട്ടുണ്ട്. ഈ 9 ഗ്രഹങ്ങൾക്ക് 3 നക്ഷത്രങ്ങൾ വീതവും കൊടുത്തിട്ടുണ്ട്. 120 വർഷമാണ് ഒരു മനുഷ്യായുസ്. അതിനെ 9 ഗ്രഹങ്ങൾക്കായിട്ട് പകുത്ത് കൊടുത്തിട്ടുണ്ട്. ആ 9 ഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹങ്ങൾക്കും 27 നക്ഷത്രങ്ങളിലെ 3 നക്ഷത്രങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേതുവിൻ്റെ നക്ഷത്രമാണ് അശ്വതി. അപ്പം അശ്വതിയോടൊപ്പം കേതുവിന് മഖവും മൂലവും 3 നക്ഷത്രം കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ നക്ഷത്രത്തിൽ ജനിച്ചാൽ ആ നക്ഷത്രാധിപന്റെ ദശയായിരിക്കും അവർക്ക് തുടങ്ങുന്നത്. ഏത് നക്ഷത്രത്തിലാണോ ജനിക്കുന്നത് ആ നക്ഷത്രാധിപന്റെ ദശയിലായിരിക്കും ആ വ്യക്തിയുടെ ദശ തുടങ്ങുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് 120 വർഷത്തെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഈക്വലായിട്ട് എല്ലാവർക്കും കൃത്യമായിട്ട് 9 പിരിച്ചല്ല കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്തത്. അതെന്താണെന്നുള്ളത് പല തരത്തിലുള്ള ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് യുക്തിസഹമായിട്ടുള്ള ഒന്നും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ദേവവർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്, പല രീതിയിൽ അതിനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ഒരു പൂർണ്ണത ഇല്ലാത്തതുകൊണ്ടാണ് ഞാനതെടുത്ത് ഇവിടെ പറയാത്തത്. അത് ചിലപ്പോൾ ഗുരുപദേശമായിട്ട് പരാശര മഹർഷി കിട്ടിയത് കൊണ്ട് തന്നെ അതിൻ്റെ രഹസ്യം ഋഷിമാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ നമുക്കത് അനുഭവത്തിലുമുണ്ട് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് ഗുരുപരമ്പരകളുടെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. അതിൽ കേതുവിൻ്റെ നക്ഷത്രം എന്ന് പറയുന്നത് ഏതൊക്കെയാ? അശ്വതി, മകം, മൂലം. ശുക്രന്റെ നക്ഷത്രമാണ് കേതു കഴിഞ്ഞാൽ വരുന്നത്. ദശാനാഥന്മാരുടെ അടിസ്ഥാനത്തിലാണ് രാശിചക്രത്തിലും നക്ഷത്രങ്ങളെ അടുക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ രാശിചക്രത്തെ നക്ഷത്രങ്ങളെ അടുക്കിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദശ അധിപന്മാരെ ഋഷിമാരെ നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മൾ പൊതുവെ പഠിച്ചിരിക്കുന്ന ആദിത്യൻ, സോമൻ, അങ്കാരകൻ, ബുധൻ, ബൃഹസ്പതി, ശുക്രൻ, ശനീശ്വരൻ, രാഹു, കേതു ഇങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ദശയിൽ നക്ഷത്രാടിസ്ഥാനത്തിൽ വേറൊരു രീതിയിലാണ്. കേതു ഒന്നാമത്തേത്, അശ്വതിയാണ് കേതുവിന്റെ നക്ഷത്രം. കേതു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ശുക്രനാണ്. ഇപ്പൊ ശുക്രന്റെ നക്ഷത്രമാണ് അടുത്തത് വരുന്നത് ഭരണി. അത് കഴിഞ്ഞ് ശുക്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രവിയാണ്. ഇപ്പൊ രവിയുടെ നക്ഷത്രമാണ് പിന്നെ വരുന്ന കാർത്തിക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനാണ് വരുന്നത്. ചന്ദ്രന്റെ നക്ഷത്രമാണ് രോഹിണി. ചന്ദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചൊവ്വയാണ് വരുന്നത്. ഇപ്പൊ ചൊവ്വയുടെ നക്ഷത്രമാണ്. കുജൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആരാന്നറിയോ? രാഹുവാണ്. ഇപ്പൊ രാഹുവിന്റെ നക്ഷത്രമാണ് തിരുവാതിര. തിരുവാതിര കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് പുണർദമാണ്. പുണർദ നക്ഷത്രത്തിന്റെ അധിപനാരാ? വ്യാഴമാണ്. വ്യാഴം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. പുണർദം കഴിഞ്ഞാൽ പൂയമാണ്. പൂയത്തിന്റെ അധിപൻ ശനിയാണ്. അപ്പം ശനിയുടെ നക്ഷത്രമാണ് പൂയം. പൂയം കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ആരാണ്? ആയില്യമാണ്. ആയില്യം ആകുമ്പോഴത്തേക്ക് ബുധന്റെ ആയി. 9 ഗ്രഹങ്ങളായി. കേതുവായി, ശുക്രനായി, ആദിത്യനായി, ചന്ദ്രനായി, ചൊവ്വയായി, രാഹുവായി, വ്യാഴമായി,
ശനിയായി, ബുധനായി, കേതുവായി, ശുക്രനായി, സൂര്യനായി, ചന്ദ്രനായി, കുജനായി, രാഹുവായി, ഗുരുവായി, ശനിയായി, ബുധനായി. ഇങ്ങനെയാണ് ദശയുടെ ക്രമം എപ്പോഴും വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ദശയിലാണോ ആ വ്യക്തി ജനിക്കുന്നത്, ആ ദശ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇവൻ ശുക്രദശയിൽ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് വരുന്ന ദശയെന്ന് പറയുന്നത് ആദിത്യ ദശയായിരിക്കും. അത് കഴിഞ്ഞ് ചന്ദ്രദശയായിരിക്കും. ഇപ്പം ഒരാൾ ബുധദശയിൽ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബുധൻ കഴിഞ്ഞ് വരുന്ന പിന്നെ ആരാ? കേതുവാണ്. അപ്പം കേതുവാണ് ബുധദശ കഴിഞ്ഞാൽ അയാൾക്ക് വരുന്നത്. അപ്പം ഈ ക്രമം തന്നെയാണ് ദശയിൽ വരുന്നത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് ദശാവർഷങ്ങളാണ്. കേതുവിന് 7 വർഷമാണ്, ശുക്രന് 20 വർഷവും, സൂര്യന് 6 വർഷവും, ചന്ദ്രന് 10 വർഷവും, കുജന് 7 വർഷവും, രാഹുവിന് 18 വർഷവും, വ്യാഴത്തിന് 16 വർഷവും, ശനിക്ക് 19 വർഷവും, ബുധന് 17 വർഷവുമാണ്. ആദിത്യന് എന്തുകൊണ്ട് 6 വർഷമായെന്നും ആദിത്യനോട് അടുത്ത് കറങ്ങുന്ന 2 ഗ്രഹങ്ങളായിട്ടുള്ള ശുക്രനും ബുധനും, ശുക്രനാണ് ഏറ്റവും കൂടുതൽ 20 വർഷം, എന്നാൽ ഏറ്റവും അറ്റത്തേക്കുന്ന ശനിക്ക് 18 വർഷം. രാഹുകേതുക്കൾ ഒരെണ്ണത്തിന്റെ 2 ഭാഗമാണ്, അസെൻഡിങ് നോഡും ഡിസെൻഡിങ് നോഡുമാണ്. രാഹുവിന് 18 വർഷം കൊടുത്തപ്പം കേതുവിന് 7 വർഷം മാത്രമാണ് കൊടുത്തത്. ചിലവർ പറയും ശനിവത് രാഹു കുജവത് കേതു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയല്ലത്, വേറെ ഏതോ ഒരു കാൽക്കുലേഷൻ അതിനകത്തുണ്ട്. അപ്പൊ ഇങ്ങനെയാണത് വർഷങ്ങൾ തിരിക്കുന്നത്. ഈ വർഷങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 120 വർഷം എന്ന പരമായുസ് കിട്ടും. ഇനി ഒരു ഉദാഹരണം നോക്കാം. ഒരാൾ ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്നു. അയാൾക്ക് ആ ദശയുടെ ശുക്രദശയായിരിക്കുമല്ലോ ഉറപ്പായിട്ടും. ആ 20 വർഷവും കിട്ടുമോ എന്നുള്ളതാണ്. 1-ാം പാദത്തിൽ ജനിക്കുന്ന ആളിന് കിട്ടുന്നത്രയും ഭരണി 2-ാം പാദത്തിൽ ജനിക്കുന്ന ആളിന് കിട്ടില്ല. ദശ കട്ടാവും. 3-ാം പാദത്തിൽ ജനിക്കുമ്പം വീണ്ടും ആ ദശയുടെ വർഷം കുറയും. 4-ാം പാദത്തിൽ ജനിക്കുമ്പോൾ ആ ദശ വീണ്ടും കുറയും. ഇതിനൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ സ്ഫുടം അനുസരിച്ചാണത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ഒരാൾ ജനിക്കുമ്പം അയാളുടെ നക്ഷത്രം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ നക്ഷത്രം എത്രത്തോളം കഴിഞ്ഞാണ് അയാൾ ജനിച്ചത് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് അയാൾക്ക് അയാളുടെ നക്ഷത്ര അധിപന്റെ ദശ, ഏത് നക്ഷത്രത്തിലും ജനിച്ചോട്ടെ, ആ നക്ഷത്രത്തിന്റെ അധിപന്റെ ദശയായിരിക്കും അയാളുടെ ആദ്യ ദശ. ആ ആദ്യ ദശ എത്രത്തോളം കിട്ടും എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം പിന്നെ ബാക്കി എല്ലാ ദശകളും അയാൾക്ക് പൂർണ്ണമായിട്ട് കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഭരണി 4-ാം പാദത്തിൽ ജനിച്ച ഒരാളാണെങ്കിലും എനിക്ക് 3-4 വർഷമേ ശുക്രദശ കിട്ടൂ. പക്ഷെ പിന്നീട് വരുന്ന ശുക്രന് ശേഷം വരുന്ന ആദിത്യ ദശ പൂർണ്ണമായിട്ടും, ചന്ദ്രദശ പൂർണ്ണമായിട്ടും, അതിനുശേഷം വരുന്ന കുജദശ പൂർണ്ണമായിട്ടും, രാഹുദശ പൂർണ്ണമായിട്ടും, വ്യാഴദശ പൂർണ്ണമായിട്ടും, അതിനുശേഷം വരുന്ന ശനിദശ പൂർണ്ണമായിട്ടും കിട്ടും. മരണം വരെ ഉള്ള ആ ദശകളൊക്കെ അദ്ദേഹത്തിന് കിട്ടും. ഏത് വ്യക്തിക്കാണെങ്കിലും ഏത് നക്ഷത്രത്തിലുള്ളതാണെങ്കിലും ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് കോംപ്ലിക്കേഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ഇത് മനസ്സിലാവും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് 7 വർഷം ആ കേതുർദശ കിട്ടുമ്പം 7 വർഷവും കേതുവിന് പറഞ്ഞ അനുഭവങ്ങളാണോ എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ഈ ദശയെ അപഹാരം എന്ന് പറയുന്ന സാധനം കൊണ്ട് വെട്ടും. ഓരോ ഗ്രഹത്തിനും കൊടുത്തിരിക്കുന്ന ദശയുടെ വർഷത്തിന്റെ അളവിലാണ് ഓരോ ദശയെയും 9 വീണ്ടും തിരിക്കും. ദശയ്ക്കുള്ളിൽ 9 ഗ്രഹങ്ങളുടെ പാർട്ട് വരും. അതിനെയാണ് അപഹാരം എന്ന് പറയുന്നത്. ഇപ്പൊ കേതുർദശയിൽ കേതു അപഹാരം. ഈ കേതുവിന്റെ അപഹാരത്തെ വീണ്ടും 9 തിരിക്കും. അടുത്ത 9 ഗ്രഹങ്ങളുടെ, ഈ പറഞ്ഞ കേതു ഉൾപ്പെടെയുള്ള 9 ഗ്രഹങ്ങളുടെ പാർട്ടീഷൻ തിരിക്കും. അതിനെ ഛിദ്രം എന്ന് പറയുന്നു. ഈ ഛിദ്രം എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ആദ്യത്തെ കേതുർദശയിൽ കേതുവിന്റെ അപഹാരത്തിൽ കേതുവിന്റെ ഛിദ്രത്തെ വീണ്ടും 9 തിരിക്കും. അതാണ് സൂക്ഷ്മ ദശ എന്ന് പറയുന്നത്. ഇപ്പൊ കേതുവിന്റെ ദശ, കേതുവിന്റെ അപഹാരം, കേതുവിന്റെ ഛിദ്രം, കേതുവിന്റെ സൂക്ഷ്മം. ആ സൂക്ഷ്മത്തില് വീണ്ടും 9 തിരിക്കും. അതിനെയാണ് പ്രാണദശ എന്ന് പറയുന്നത്. ഇപ്പൊ കേതുർദശയിൽ കേതുവിന്റെ അപഹാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രഹത്തിന്റെ ദശയിൽ അതേ ഗ്രഹത്തിന്റെ തന്നെ അപഹാരത്തിന് പറയുന്ന പേരാണ് സ്വപഹാരം എന്ന്. ഇപ്പൊ സ്വപഹാരം കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ഗ്രഹം വരും. മനസ്സിലാവുന്നു? ഇപ്പൊ കേതുവിന് കിട്ടിയ അത്രയും സമയം ആയിരിക്കത്തില്ല കേതു കഴിഞ്ഞ് വരുന്ന ശുക്രന് കിട്ടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രന്റെ ദശാ ടൈം 20 വർഷമായതുകൊണ്ട് തന്നെ ഈ അപഹാരം വരുമ്പോഴത്തേക്ക് ആ 20 വർഷത്തെ വെച്ചിട്ടാണ് കുറയ്ക്കുന്നത് ഇതിൻ്റെ കാൽക്കുലേഷൻസ് വരുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ പാർട്ടീഷൻ അല്ല, ഇവരുടെ ദശ ഇയേഴ്സിനനുസരിച്ചാണ് ഇത് തിരിക്കുന്നത്.
അത് മനസ്സിലാക്കുക. അപ്പം കേതുവിന് കുറച്ച് സമയമേ കിട്ടത്തുള്ളൂ, അതിനുശേഷം ശുക്രന് കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം, അതിൻ്റെ ലോജിക്ക് ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം കേതുർദശയിൽ കേതുവിൻ്റെ അപഹാരം, അപഹാരം എന്ന് പറയും. അതിന് കേതുർദശയിൽ അപഹാരത്തിൽ വേറൊരു സാധനം വരുന്നതാണ് ഛിദ്രം. അപഹാരത്തെ 9 ഗ്രഹം കൊണ്ട് പാർട്ടീഷൻ ചെയ്യുന്ന ഓരോ പോർഷന് പറയുന്ന പേരാണ് ഓരോ ഗ്രഹത്തിൻ്റെയും ഛിദ്രം. ആ ഓരോ ഗ്രഹത്തിൻ്റെ ഛിദ്രത്തെ, ഓരോ പോർഷനെ വീണ്ടും മറ്റ് 9 ഗ്രഹങ്ങൾ കൊണ്ട് തിരിക്കുന്നതിൻ്റെ പേരാണ് സൂക്ഷ്മം. ഈ സൂക്ഷ്മമായിട്ട് വരുന്ന ഓരോ ഗ്രഹത്തിൻ്റെയും ഒരു പോർഷനെ വീണ്ടും മറ്റുള്ള 9 ഗ്രഹങ്ങളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് പ്രാണൻ എന്ന് പറഞ്ഞ്. ഈ പ്രാണ ലെവലിലേക്കൊക്കെ വരുമ്പം വളരെ സെക്കൻഡ് ലെവലിലേക്ക് വരും. കേതുർദശ 7 വർഷമാണെങ്കിൽ കേതുവിൻ്റെ അപഹാരം വളരെ കുറച്ച് സമയമേ കാണത്തുള്ളൂ. അപ്പോൾ അതിനേക്കാട്ടിലും വളരെ കുറച്ച് ദിവസങ്ങളുടെ ആയിരിക്കും ഛിദ്രം വരുന്നത്. ഛിദ്രത്തെക്കാട്ടിലും വളരെ കുറച്ച് ദിവസത്തെ സൂക്ഷ്മത്തിന് വരുന്നത്. അതേപോലെ തന്നെ പ്രാണനൊക്കെ വരുമ്പോഴത്തേക്ക് വളരെ ചെറിയ ഒരു സമയമായിരിക്കും. ആക്ച്വലി വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് രഹസ്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ പിന്നീടുള്ള കാര്യങ്ങളിൽ ഇതെവിടൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഇതിനെ ദശ, അന്തർദശ, ഭൂക്തി, ഛിദ്രം എന്നൊക്കെ പല രീതിയിൽ, പര്യന്തർദശ എന്നൊക്കെ പല രീതിയിൽ പലതും പറയും. ഈ കാൽക്കുലേഷൻ ഉപയോഗിച്ചിട്ടാണ് കൃഷ്ണമൂർത്തി പദ്ധതി രാശി തിരിച്ചിരിക്കുന്നത്. ഈ നക്ഷത്രാധിപൻ, അതായത് ദശാനാഥനെ അവർ വിളിക്കുന്ന പേരാണ് സ്റ്റാർ ലോഡ് എന്ന്. ഈ ദശാനാഥനെ കഴിഞ്ഞിട്ട് അപഹാരനാഥനെ അവർ വിളിക്കുന്ന പേരാണ് സബ് ലോഡെന്ന്. ഛിദ്രനാഥനെ അവർ വിളിക്കുന്ന പേരാണ് സബ് ലോഡെന്ന്. അതേപോലെ തന്നെ സൂക്ഷ്മനാഥനെ അവർ വിളിക്കുന്ന പേരാണ് സബ് ലോഡെന്ന്. അതുപോലെ തന്നെ പ്രാണ ദശയുടെ അധിപനെ വിളിക്കുന്ന പേരാണ് സബ് ലോഡെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലീഷിൽ പറഞ്ഞു എന്നേ ഉള്ളൂ, അവരങ്ങനെ ആണ് പറയുന്നത്. സബ് ലോഡ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കണം. നമ്മൾ രാശികൾ ഹോരാദ്രേക്കാണം എന്നുള്ള രീതിയിൽ പരാശരിയിൽ തിരിക്കുമ്പം കൃഷ്ണമൂർത്തി പദ്ധതിയിൽ ഈ നക്ഷത്ര അടിസ്ഥാനത്തിലാണ് തിരിക്കുന്നതെന്നുള്ള വ്യത്യാസമാണ് പ്രധാനം. പിന്നെ ഉള്ളത് അവർ ഈ ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് കാൽക്കുലേഷൻസും ഈ വിംശോത്തരി നക്ഷത്രദശയുടെയും കൂടെ ആണ് എന്നുള്ളതും കൂടി ഓർത്ത് വെച്ചോളുക. വിംശോത്തരി നക്ഷത്രദശയും നവാംശകവും ഗ്രഹനിലയും കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഒരു 60% മേളിൽ ഭൗതികപരമായിട്ടുള്ള ഫലങ്ങൾ പറയാം. മെറ്റീരിയൽ ലൈഫിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. ജാതകത്തിൽ എന്ത് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും നമുക്കത് എന്ത് കിട്ടണം എന്ന് തീരുമാനിക്കുന്നത് ദശയാണ്. ദശാനാഥനെ പോലെ തന്നെ പവർഫുള്ളാണ് അപഹാരനാഥൻ. അപഹാരനാഥൻ്റെ കാലയളവ്, അപഹാരനാഥനും ദശാനാഥനും തമ്മിലുള്ള ബന്ധം, അപഹാരനാഥനും ഭാവാധിപന്മാർ തമ്മിലുള്ള ബന്ധവും എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമോ നടക്കത്തില്ലയോ എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. ഇനിയും ഏതൊക്കെയാണ് നല്ല ദശ, ഏതൊക്കെയാണ് മോശം ദശ എന്നൊരു ചോദ്യം കാണും. ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ബാക്കി നല്ല ദശയും ചീത്ത ദശയും എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ജനറൽ കാര്യങ്ങൾ അത് പറയാൻ തന്നെ കുറേ സമയം എടുക്കും. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമസ്കാരം.